ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ 21:3 വാക്യം. സീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരിൽ പലരും മുക്കുവന്മാരായിരുന്നു. യേശു അവരോട്, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ അവർ വലയും അവർക്കുള്ള തൊഴിലും വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ശിഷ്യന്മാർ വിചാരിച്ചത് യേശു കർത്താവ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി തങ്ങളെ റോമാക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവൻ രാജാവാകും, ഞങ്ങൾക്കന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കും, ഞങ്ങളും ഭരിക്കും എന്നവർ ആശിച്ചിരുന്നു. അവർ വിചാരിച്ചത് ഈ ലോകത്തിൽ തന്നെ രക്ഷകനായിട്ട് കർത്താവ് വരുമെന്നവർക്കറിയാമായിരുന്നു. അപ്പോൾ രാജാവായിട്ട് വന്നു ഈ ലോകത്തിൽ ഭരിക്കുമെന്നാണ് ശിഷ്യന്മാർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾ കർത്താവ് പറയുമ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ ഇരുന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മഹാപുരോഹിതന്മാരും പ്രവാസികളും അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഇനി എന്ത് ചെയ്യും? ഞങ്ങളെ അവർ പിടിക്കും, ഉപജീവനമാർഗം ഒന്നുമില്ല, ഗുരു കൈവിട്ടു, ഇനി എന്തു ചെയ്യും? ഈ ശിഷ്യന്മാർ ഭയന്നു. കാരണം അവരുടെ ഗുരു, അവർ രാജാവാകും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഗുരു, ആ ഗുരുവിനെ റോമാക്കാർ പിടിച്ചു, അവനെ ക്രൂശിക്കാനായിട്ട് വിധിച്ചു, മരണശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളത് കാര്യം. ഇവിടെ നമ്മുടെ ശിഷ്യന്മാരുടെ ഒരു തകർന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അസുഖങ്ങൾ, മരണങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, പിന്മാറ്റത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, എങ്ങോട്ട് നോക്കിയാലും പരിഹാസവും നിന്നയും. ഇവിടെ ഈ അവസ്ഥയിലുള്ള ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവ് അവരോട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി. അവരെ അവരുടെ ജോലിക്കായിട്ട് ഒന്നുകൂടി നിയമിക്കുന്നു. മാത്രമല്ല അവർക്ക് സമാധാനം കൊടുക്കുന്നു. പ്രിയ സഹോദരിമാരെ, നാം ഇന്ന് സമാധാനമില്ലാത്തവരാണ്. ദുഃഖത്തിലാണോ? കണ്ണുനീരിൽ കൂടെ പോവുകയാണോ? എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം നൽകുമെന്ന് കർത്താവ് പറഞ്ഞു. വേറെ ആരുമല്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റുന്ന സ്വർഗത്തിൽ ജീവിക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അതേ സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. ഭവനത്തിലും സഭയിലും മറ്റുള്ള ഏതവസ്ഥയിൽ നോക്കിയാലും സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം അത് മറ്റുള്ള ആർക്കും തരുവാൻ സാധിക്കുകയില്ല. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്നാൽ ഇവിടെ നമുക്ക് കർത്താവിനെ വിട്ടിട്ട് പോകുന്ന ശിഷ്യന്മാരെ കാണാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷവും ശീമോനും പത്രോസും ദിദിമോസ് എന്ന തോമസും നദനിയേലും സെബെദി മക്കളും ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഇരിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. മരിക്കുന്നതിന് മുമ്പ് അവർ ഈ ലോകത്തിലെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവിൻ്റെ കൈ ആണി തുളയ്ക്കപ്പെട്ട ആ പാടുകൾ ശിഷ്യന്മാരെ കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും ഇതെല്ലാം കണ്ടിട്ടും ശിഷ്യന്മാർ പിന്നെയും പറയുകയാണ്, ഞങ്ങൾ മീൻ പിടിക്കുവാൻ പോകുന്നു. യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. ആരും ഇങ്ങനെ പറഞ്ഞില്ല, നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് കാത്തിരിക്കണം, അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ വേലയ്ക്ക് വിളിച്ചതാണ്. പക്ഷേ എല്ലാവരും കൂടെ പറയുകയാണ്, ഞങ്ങളും പോരുന്നു. കർത്താവിൻ്റെ മാറോട് ചാരിയിരുന്ന സ്നേഹിച്ച ശിഷ്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ മീൻ പിടിക്കുവാൻ പോകുന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവിനെ അവർ കണ്ടതാണ്. ആ കർത്താവാണ് അവരെ വേലയ്ക്ക് വിളിച്ചത്. കുരുടന്മാരെ സൗഖ്യമാക്കിയത് അവർ കണ്ടതാണ്. മരിച്ച നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചത് അവർ കണ്ടതാണ്. യായിറോസിൻ്റെ മകളെ വീർപ്പിച്ചത് അവർ കണ്ടതാണ്. ഇത്രയും സർവശക്തനായ കർത്താവാണ് അവരെ വിളിച്ചതെന്നുള്ളത് മറന്നുപോയിട്ട് പ്രിയ സഹോദരിമാരെ അവർ പറയുകയാണ്, ഞങ്ങൾ മീൻ പിടിക്കുവാൻ പോകുന്നു.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ അവസ്ഥയല്ലേ? നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും പലപ്പോഴും നമ്മൾ കർത്താവിനെ വിശ്വസിക്കാത്തവരായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രശ്നം നമ്മുടെ മുമ്പിൽ കർത്താവിനേക്കാൾ വലിയതായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നവരല്ലേ? അപ്പോഴും നമ്മളും പറയുകയാണ്, ഞങ്ങൾ മീൻ പിടിക്കുവാൻ പോകുന്നു. എന്നാൽ മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്ന യേശു കർത്താവ്. ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. അവരുടെ ഇടയിലേക്ക് കർത്താവ് വന്നിട്ട് ചോദിച്ചു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ പറഞ്ഞു. പടകിൻ്റെ വശത്ത് വീശുവീന് പറഞ്ഞു. അവർ ചെയ്തു. മീനിൻ്റെ പെരുപ്പം ഹേതുവായി വല വലിപ്പാൻ കഴിഞ്ഞില്ല. സ്നേഹവാനായ കർത്താവ് അവരെ വഴക്ക് പറയുകയല്ല, അവർ ആരാണെന്ന് കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. നമ്മൾ കർത്താവിനെ വിട്ടിട്ട് പോയാൽ അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അവൻ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്ന കർത്താവാണ്. ശിഷ്യന്മാരുടെ അടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രാത്രി മുഴുവനും അധ്വാനിച്ച ശിഷ്യന്മാരെ കരുതുന്ന ദൈവം. രാത്രി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ശിഷ്യന്മാർ മീൻ വലയും വലിച്ചു വന്നപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. കർത്താവിനെ വിട്ടിട്ട് പോയ ശിഷ്യന്മാർ അവിടെ കർത്താവ് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. എത്ര സ്നേഹവാനായ, എത്ര കരുതുന്ന കർത്താവാണ് നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കാണാം, ശിഷ്യന്മാരെ വിശേഷിച്ച് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ്. തിരിച്ചു പോയവരെ വേണ്ട എന്ന് വെക്കുകയല്ല, അവരെ യഥാസ്ഥാനപ്പെടുത്തി കൂടുതൽ ഉപയോഗമുള്ള പാത്രമായി അവരെ എടുക്കുന്നു. കർത്താവ് 3 പ്രാവശ്യം പത്രോസിനും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. 3-ാമത്തെ പ്രാവശ്യം കർത്താവിൻ്റെ കൈകളിൽ തന്നെത്താൻ സമർപ്പിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാം. പത്രോസ് ദുഃഖിച്ചു, കർത്താവെ നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കാം. ഇനി പത്രോസ് ഒരിക്കലും മീൻ പിടിക്കുവാൻ പോകുകയില്ല കേട്ടോ. ഇവിടെ പത്രോസ് എന്ന മീൻകാരനില്ലാതെയായി, അവൻ തീർന്നു. അവന് സർവശക്തനായ മഹത്വമുള്ള കർത്താവിനെ അവൻ കണ്ടു. ആ മഹത്വത്തോടു കൂടിയുള്ള കർത്താവിനെ കാണുവാനായിട്ട് പത്രോസിന് സാധിച്ചു. അപ്പോൾ ഇനി അവന് മീൻ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് പത്രോസ് ആടുകളെ പിഴയ്ക്കുന്ന പത്രോസായിട്ട് തീർന്നു. ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ സമർപ്പിക്കപ്പെട്ട പത്രോസിനെ. ശിഷ്യന്മാരെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് പത്രോസിനെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഉടനീളം ബൈബിൾ കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനെ പിന്നെ നാം കാണുന്നത് മീൻ പിടിക്കുവാനല്ല. അന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കൂട്ടത്തോടെ മീൻ വന്നതുപോലെ ഇപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ സകലജാതികളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചന ശക്തിയോടെ പറയുന്നു. അന്ന് 3000 പേർ മാനസാന്തരപ്പെട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നതായി നാം കാണുന്നു. അന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരായ ഏറിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും നടന്നു. നമ്മുടെ ഏതവസ്ഥയിലും നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ചാൽ നമ്മെ എടുത്ത് മഹാകാരുണ്യത്തോടെ ഉപയോഗിക്കുന്നവനാണ് നമ്മുടെ സ്നേഹവാനായ കർത്താവ്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മെ തന്നെ കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. അവൻ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല കേട്ടോ. നമ്മുടെ തകർന്ന അവസ്ഥയിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന കർത്താവാണ്. അവൻ നമ്മെ വിട്ടിട്ട് പോകുന്ന കർത്താവല്ല, നമ്മുടെ അടുക്കലേക്ക് വരുന്ന കർത്താവാണ്, നമ്മളെ കരുതുന്ന കർത്താവാണ്. മാത്രമല്ല, പിന്മാറിപ്പോയാൽ നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് വിട്ടുപോയാൽ പോലും നമ്മളെ കൈവിടാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ കർത്താവ് എളിയവരായ നമ്മെ എടുത്ത് ഉപയോഗിക്കും, അവൻ്റെ നാമബോധത്തിനായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മളെ സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.